Assalamu alaikum dear friends and once again welcome back to Arif Home Cooking and Vlogs. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അതായത് ഇത് വേളാപ്പാര മീനാണ്. ഈ മീന് ഫ്രൈ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്നുള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ മീൻ എങ്ങനെ കട്ട് ചെയ്യാമെന്നും കാണിക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മീനിന്റെ രണ്ട് സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ മീനിന്റെ സ്കിന്ന് റിമൂവ് ചെയ്യേണ്ടതാണ്. അതിനായിട്ട് നമ്മൾ മീനിന്റെ തലയുടെ തൊട്ടടുത്ത ഭാഗം ഇതുപോലൊന്ന് വരഞ്ഞു കൊടുക്കുക. വരഞ്ഞു കൊടുത്തതിന് ശേഷം വളരെ ഈസി ആയിട്ട് തന്നെ ഇതുപോലൊന്ന് വലിച്ചു കൊടുത്താൽ മതി. ഇതിന്റെ സ്കിന്ന് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടുന്നതാണ്. മീനിന്റെ രണ്ട് സൈഡിലെ സ്കിന്നും ഇതുപോലെ ഞാനൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഈ മീനിന്റെ തലയുടെ ഉൾഭാഗത്തുള്ള കച്ചടയാണ് നമ്മൾ എടുത്തു മാറ്റുന്നത്. ശേഷം നമ്മൾ ഈ മീനിന്റെ ഉള്ളിലുള്ള എല്ലാ അഴുക്കുകളും റിമൂവ് ചെയ്യുകയാണ്. മീനിന്റെ ഉള്ളിലെ വേസ്റ്റുകളെല്ലാം നമ്മൾ എടുത്തു മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് കത്തി വെച്ചിട്ട് ഇതുപോലൊന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. അടുത്തടുത്തായിട്ട് ചരിച്ചിട്ടാണ് നമ്മൾ വരകൾ ഇട്ട് കൊടുക്കുന്നത്. രണ്ട് സൈഡിലും ഇതുപോലുള്ള വരകളൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ രണ്ട് മീനുകൾ എടുത്തിരിക്കുകയാണ്. ഒരു മീനാണ് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞത്. ഇനി രണ്ടാമത്തെ മീനും നമ്മൾ നേരത്തെ മീൻ ക്ലീൻ ചെയ്ത പോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് മീനിന്റെയും ഉള്ളിലുള്ള വേസ്റ്റും അതിന്റെ സ്കിന്നും ഒക്കെ നമ്മൾ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിന്റെ വാൽ ഭാഗവും തലയും അതുപോലെ തന്നെ വെച്ചേക്കുകയാണ്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അത് വെറുതെ ഒന്ന് വെച്ചേക്കുന്നതാണ് ആ വാൽ പോർഷനൊക്കെ. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്യുന്നതിനുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഈ ജാറിലേക്ക് നമ്മൾ ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. കൂടെ നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്തത്. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ചേർത്തത്. അടുത്തതായി നമ്മൾ ചേർത്തത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. കുറച്ച് വെളുത്തുള്ളി, ഇതുപോലെ 1 കുടം വരുന്ന വെളുത്തുള്ളി നമ്മൾ വൃത്തിയാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ നമ്മൾ കുറച്ച് കറി ലീവ്സും കൂടി ചേർക്കുകയാണ്. ഇതിലേക്ക് വീണ്ടും നമ്മൾ പെരുംജീരകമാണ് ചേർത്തത്. 1 ടീസ്പൂൺ പെരുംജീരകം ചേർത്തു. കൂടെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് ആണ് ഇട്ട് കൊടുത്തത്. ശേഷം ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ നമുക്ക് അല്പം കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിൽ നിന്നുള്ള വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മസാലയും ഇവിടെ നന്നായിട്ട് തന്നെ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ശേഷം മസാല ഇതിന്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മീനിന്റെ ഒരു ഭാഗത്ത് നമ്മൾ നന്നായിട്ട് മസാല അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ച് വെച്ചതിന് ശേഷം മറുവശം കൂടി ഇതുപോലൊന്ന് മസാല പുരട്ടി കൊടുക്കാം. രണ്ട് സൈഡിലും മസാല പുരട്ടിയതിന് ശേഷം നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞാൽ ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം. പാൻ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം.
ശേഷം നമുക്ക് ഓരോ മീനുകളായിട്ട് ഈ എണ്ണയിലേക്ക് വച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ മീനിന്റെ ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഈ മീനൊന്ന് മറിച്ച് വെച്ച് കൊടുക്കുകയാണ്. രണ്ട് സൈഡും നമുക്ക് മൊരിച്ചെടുക്കാം. മീൻ ഇങ്ങനെ കിടത്തി വറുക്കുന്നതാണ് മക്കൾക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് ഈ മീൻ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തത്. ഇതുപോലെ വാലൊന്നും എടുത്ത് മാറ്റാണ്ട് ഫ്രൈ ചെയ്തത് അതുകൊണ്ടാണ്. നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം കറി ലീവ്സാണ് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് വെക്കുന്നത്. കൂടെ ഇതിലേക്ക് അല്പം മല്ലിയില ചേർത്തു. ഇനി ഒരു തക്കാളി റൗണ്ടിൽ മുറിച്ചെടുത്തത് ഇതിന്റെ മുകളിലേക്ക് വെക്കുന്നുണ്ട്. കൂടെ തന്നെ റൗണ്ടിൽ മുറിച്ചെടുത്തിട്ടുള്ള സവാളയും കൂടി ഇതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമന്റിലൂടെ അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.